മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമതർക്കെതിരെ കോൺഗ്രസിന്റെ നടപടി. 20-ലധികം നേതാക്കളെയും പിന്തുണച്ചവരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നീലേശ്വരം നഗരസഭയിലും അടക്കം വിമതർ വ്യാപകമായി രംഗത്തു വന്ന സാഹചര്യത്തിലാണ് ഈയൊരു നടപടി. 20-ലധികം പേർ അടങ്ങിയ വിപുലമായ പട്ടികയാണ് DCC പുറത്തുവിട്ടത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, UDF ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമതർക്കെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളെയും അവരെ പിന്തുണച്ചവരെയുമാണ് ഇപ്പോൾ DCC ഇപ്പോൾ നേതൃത്വം ഇടപെട്ടപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന് ശേഷം ഇത്തരത്തിൽ സ്വതന്ത്രരായി നിൽക്കുകയും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള തലവേദന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ KPCC നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ മത്സരിക്കുന്ന ജെയ്സൺ തോമസ്, 3-ാം വാർഡിൽ മത്സരിക്കുന്ന ജെസി ടോം, 7-ാം വാർഡിൽ മത്സരിക്കുന്ന ജോൺ പേണ്ടാനം, 9-ാം വാർഡിൽ മത്സരിക്കുന്ന മാത്യു സെബാസ്റ്റ്യൻ, 14-ാം വാർഡിലെ ത്രേസ്യാമ ടോമി, കള്ളാർ ഗ്രാമപഞ്ചായത്തിലെ PM ബേബി, കുമ്പള ഗ്രാമപഞ്ചായത്തിലെ സമീറ റിയാസ്, എൻമകജ ഗ്രാമപഞ്ചായത്തിലെ അബ്ദുൾ ലത്തീഫ്, ബളാൽ ഗ്രാമപഞ്ചായത്തിലെ സനോജ് മാത്യു, ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ സലീം എടനീർ, ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ മാധവി മുണ്ടോൾ, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ P വിജയൻ, നീലേശ്വരം നഗരസഭയിലെ 34-ാം ഡിവിഷനിൽ മത്സരിക്കുന്ന V ഉഷ, കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ഏരിയ ഡിവിഷനിലെ പർവീൻ ടീച്ചർ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പുത്തിക ഡിവിഷനിലുള്ള ഷുക്കൂർ കനാജെ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗും സമാന രീതിയിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കാസർഗോഡ് നഗരസഭയിൽ ഇത്തരത്തിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന 6ഓളം ഈ വിമത സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സീറ്റ് ലഭിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ DCC ഓഫീസിലൊക്കെ കാണാൻ സാധിച്ചത്. ഇതിന് പിന്നാലെ മത്സരിക്കാൻ ഉള്ള തീരുമാനമെടുക്കുകയും പത്രിക പിൻവലിക്കാതെ ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, ഇവർ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നതാണ് പാർട്ടി ഏറെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും 20-ലധികം നേതാക്കൾക്കെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രാഥമികമായി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ഈ നേതാക്കളെയും അതുപോലെ തന്നെ ഇവരെ പിന്താങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്തായാലും മറ്റു പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് DCC പ്രസിഡന്റ് പറയുന്നത്. ഇത്തരത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്കടക്കം ശക്തമായ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ ഈ വിമത സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് അത് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം ചെലുത്തുമെന്ന ഉറപ്പാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാരംഭഘട്ടത്തിൽ തന്നെ കർശനമായ നടപടി സ്വീകരിക്കാൻ KPCC നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. 20-ലധികം നേതാക്കളെയും ഇവരെ പിന്താങ്ങുന്നവരെയുമാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നിപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. ദീപ്തി. ശരി. കാസർഗോഡ് UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമതർക്കെതിരെ കോൺഗ്രസിന്റെ നടപടി. 20-ലധികം നേതാക്കളെയും പിന്തുണച്ചവരെയും പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തുകളിലും നീലേശ്വരം നഗരസഭയിലും അടക്കം വിമതർ വ്യാപകമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് ഈ ഒരു നടപടി. 20-ലധികം പേർ അടങ്ങിയ വിപുലമായ പട്ടികയാണ് DCC പുറത്തുവിട്ടിരിക്കുന്നത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.